പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
കർത്താവേ, നിസ്സഹമായ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ, ആത്മാക്കളെ രക്ഷിക്കുന്നവൻ, ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. വിശുദ്ധരിൽ സമരീയനായി വസിക്കുന്ന പരിശുദ്ധനും സുധരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തെ വളർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥായി നീക്കും. അബ്രഹാം ഭാര്യയോടും സ്വന്തമായ സ്ഥലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗേവിലേക്ക് പോയി. ലോത്തും കൂടെ ഉണ്ടായിരുന്നു. അബ്രഹാമിന് ധാരാളം മൃഗാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. അവൻ നെഗേവിൽ നിന്ന് ബേഥേലിലും ആയിക്കും ഇടയിൽ താൻ മുമ്പ് കൂടാരം അടിച്ചതും ആദ്യമായി ബലിപീഠം നടന്നതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രഹാം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടുമറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ചു പാർക്കുക വയ്യാതായി. അബ്രഹാമിന്റെയും ലോത്തിന്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. അക്കാലത്ത് കാനാന്യരും പെരിസ്യരും അന്നാട്ടിൽ പാർത്തിരുന്നു. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്. കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ. എന്നെ പിരിഞ്ഞു പോകുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം. വലതുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. യോർദാൻ സമുദ്രം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിന്റെ തോട്ടം പോലെയും സോവറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗൊമോറയെ നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നത്. ലോത്ത് യോർദാൻ സമുദ്രം തിരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രഹാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത്
എന്നെയും നാഥാവിനേക്കും. സഹോദരരെ, തിമോഥെയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിലുള്ള വായന അധ്യായം 6 മുതലുള്ള ദിവസങ്ങൾ. ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിയും ചേർന്ന പ്രബോധനങ്ങൾക്കും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്. എല്ലാവരെയും ചോദ്യം ചെയ്യുന്നവനും വാക്കുകളിൽ വിതർക്കുന്നവനുമായ ദുർവാസനയ്ക്ക് വിധേയനായവൻ. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു. ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ലാഭത്തിന് മാർഗമായി കരുതുന്നവരുമായ മനുഷ്യർ തമ്മിലുള്ള തുടർച്ചയായ വാദകവചങ്ങൾക്ക് ഇതിന്റെ ഫലമത്രേ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുപോകാനില്ല, ഇവിടെ നിന്ന് നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവൻ പ്രലോഭനത്തിനും കീഴിലും മനുഷ്യനാത്മത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിൽ നിർവഹിക്കുന്നു. എന്നാൽ ജനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ജനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ ഒട്ടേറെ വ്രതങ്ങളാൽ തങ്ങളെ തന്നെ ഉൾപ്പെടുത്തുവാൻ ഇടയായിട്ടുണ്ട്. പരിശുദ്ധ സുവിശേഷം 19 മുതലുള്ള തിരുവചനങ്ങൾ. യേശു യെരിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സഖ്യവൂസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. സഹോദരി സഹോദരന്മാരെ, കണ്ടുമുട്ടുകയാണ്. പഴയ നിയമത്തിൽ ജെറിക്കോ ഒരു ശപിക്കപ്പെട്ട നഗരമാണ് എന്ന് ജോഷുവയുടെ പുസ്തകം രേഖപ്പെടുത്തുകയാണ്. ഇസ്രായേൽ വാഗ്ദാന ഭൂമിയിലേക്ക് കടക്കുവാനായിട്ട് ജെറിക്കോ ഒരു തടസ്സമായിരുന്നുവെന്ന് ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ജോഷുവ ദൈവജനത്തോട് പറയുകയാണ്, പ്രാർത്ഥിക്കുവേണ്ടത്, കാഹളം മുഴക്കി ഉച്ചസ്വരത്തിൽ പ്രാർത്ഥിക്കുവേണ്ടത്. പല പ്രാവശ്യം ജെറിക്കോ നഗരത്തിന് ചുറ്റും അവർ സഞ്ചരിക്കും, പ്രാർത്ഥനയിലാകെ. അങ്ങനെ 28-ാം വചനത്തിൽ സഖ്യവൂസിന് ആഗ്രഹമുണ്ടായിരുന്നു ദൈവത്തെ കാണുവാനായിട്ട്. യേശുവിന് ആഗ്രഹമുണ്ടായിരുന്നു ഇന്ന് സഖ്യവൂസിന്റെ ഭവനത്തിൽ താമസിക്കണം എന്ന ആഗ്രഹം. ആ രണ്ട് ആഗ്രഹങ്ങളും കൂടി കൂട്ടിമുട്ടുന്നത് മാനസാന്തരത്തിലേക്കാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഖ്യവൂസിനെ സംബന്ധിച്ചിടത്തോളം അവന് കുറവുകളുണ്ടായിരുന്നു.
കുറവുകൾ അവൻ നികത്തുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നികത്തുന്നത് തന്റെ ആഗ്രഹ സാക്ഷാത്കാരത്തിന് വേണ്ടിയായിരുന്നു. ആ നികത്തൽ പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഖ്യവോസിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ കാണുവാനുള്ള ആഗ്രഹത്തിനായിട്ട്, അതിന്റെ സാക്ഷാത്കാരത്തിനായിട്ട് അവൻ മുമ്പേ ഓടുകയാണ്. കാരണം മുമ്പേ ഓടി ഉയർന്നത് പ്രതലത്തിലെത്തിയാൽ മാത്രമാണ് അവന് പൊക്കം കുറവായി അവന് യേശുവിനെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവൻ സിക്കമോർ മരത്തിൽ കയറി യേശുവിനെ കാത്തിരിക്കുകയാണ് ആഗ്രഹ സാക്ഷാത്കാരത്തിനായിട്ട്. തന്റെ കുറവുകൾ നികത്തുവാനായിട്ട് പരിശ്രമിക്കുന്ന സഖ്യവോസ് അത് അല്പം കൂടി കുറവുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശാരീരികമായ കുറവുകളുടെ അപ്പുറത്ത് അവന്റെ പാപ അവസ്ഥയിൽ നിന്ന് മാനസാന്തരത്തിലേക്കുള്ള തിരിവും യേശുവിനെ കാണുമ്പോൾ സംഭവിക്കണം. അതാണ് അവൻ വീണ്ടും പറയുക, എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഇനി ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ തിരികെ കൊടുക്കുന്നു. മാനസാന്തരത്തിലേക്ക് തിരിച്ചേരുകയാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു വ്യക്തമായ ബോധ്യത്തോടു കൂടി പറയുകയാണ്. ഒത്തിരിയേറെ പേര് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒന്നും ഭവനത്തിൽ താമസിക്കുവാനായിട്ട് ഈശോ തയ്യാറായിരുന്നു. എന്നാൽ സഖ്യവോസിനോട് പറയാം, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. വ്യക്തമായ ആഗ്രഹം വ്യക്തമാക്കുകയാണ് ഈശോ. സഖ്യവോസിന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. അവിടെ പ്രതിസന്ധികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിറുപിറുക്കുന്നവരെ കാണുവാനായിട്ട് സാധിക്കും. അവർ പിറുപിറുക്കുകയാണ്, ഇവൻ പാപിയുടെ വീട്ടിൽ ആതിഥ്യം സ്വീകരിക്കുന്നുവല്ലോ. എന്നാൽ ആ പാപി എന്ന അവസ്ഥയ്ക്ക് അവൻ മാറ്റം കൊടുക്കുകയാണ്. ആ മാറ്റം സംഭവിക്കുന്നത് സഖ്യവോസിന്റെ പശ്ചാത്താപത്തിന്റെ തിരുത്തലിന്റെ നിറവിലാണ്. ആ നിറവിൽ എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരെങ്കിലും വഞ്ചിച്ചിടത്തിലുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ തിരികെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോ പറയുകയാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ജെറിക്കോയ്ക്ക് ശപിക്കപ്പെട്ട ജോഷുവ ശപിക്കപ്പെട്ട ജെറിക്കോയ്ക്ക് ഈശോ മാറ്റം കൊടുക്കുകയാണ്. രക്ഷയുടെ ഭവനമായി അതിനെ സ്വീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സഖ്യവോസിനെയും സ്വീകരിക്കുകയാണ്. ഈശോ അവനത് ഏറ്റവും തടസ്സമായി നിന്നത് അവന് മാനസാന്തരം എന്ന് പറയുന്നത് കുറവുകൾ നമ്മുടെ ജീവിതത്തിലും തമ്പുരാനെ ഉണ്ടാകണം. ആ പ്രവൃത്തി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിന് രക്ഷയുണ്ടാകുക. രക്ഷയിലേക്ക് മുന്നേറുവാനായിട്ട് ഈ നോമ്പുകാലം ദൈവം അനുഗ്രഹീതമാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
ഇപ്പോൾ
കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി കുട്ടിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് അന്യദേവതായ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ശരാശര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. പിതാവായ
പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൽ സ്വർഗവാസികളായ ഇരങ്ങളും അനാഥമാർ പതിനായിരങ്ങളും കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവീന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ
പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ ബോധത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ളവരെ പ്രത്യാശിക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാം എൻ്റെ അപരാധങ്ങൾ സദയം നാഥാ പൊറുക്കേണമേ. പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ക്ഷമിക്കണമേ.
ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി അവർ വിളിച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാതെ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ശേഷിപ്പിക്കുന്ന കർത്താവിശ്വസിഹായുടെ പാവനം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. വിശ്വാസത്തിലേക്കും കടന്നുപോകുന്ന ജീവനാണ്.
സഭകൾ ഉപയോഗിച്ച് ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഷാജി വൈകിട്ട് വസ്തുതീകരിച്ചു. സെൻറ്റ് സെബാസ്റ്റ്യൻ ഉപയോഗിച്ച് 5 മണിക്ക് സൂസൻ വർഗീസ് ഖാനയ്ക്ക് പറഞ്ഞ വസ്തുതീകരിച്ച് സമീപിക്കുന്നതാണ്. ഇന്ന് 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സിലേക്ക് പരീക്ഷാ ദിനമാണ്. രാവിലെ 10:30 മുതൽ 12:30 വരെയായിരിക്കും പരീക്ഷ. സെമിത്തേരി കപ്പേള ഭാരത് ശിരവ് 1-ാം ഘട്ടത്തിൽ നമുക്ക് ശിരവായത് 72,453 രൂപയും 50 രൂപയും. 2-ാം ഘട്ടത്തിൽ കപ്പേള നിർമ്മാണത്തിനായി ശിരവായത് 2,06,776 രൂപയും. 3-ാം ഘട്ടത്തിൽ നമുക്ക് ചിലവായത് 19,83,950 രൂപയുമാണ്. മൊത്തം ചെലവ് വന്നത് 29,17,184 രൂപ. മൊത്തം വരവ് നമുക്ക് ലഭിച്ചത് 13,14,900 രൂപയും. മണ്ണ് വീട്ട വരവ് 77,02,400 രൂപയും. അങ്ങനെ 13,87,300 രൂപയാണ് മൊത്തം വരവ് നമുക്ക് ലഭിച്ചത്. പള്ളിയിൽ നിന്ന് നമ്മൾ പള്ളി നിർമ്മാണത്തിനായിട്ട് കരുതിയിൽ നിന്ന് എടുത്തത് 15,27,884 രൂപയാണ്. ഇനി കുറച്ച് ഭവനങ്ങൾ കല്ലറ നിർമ്മാണത്തിനായിട്ട് പൈസ നൽകുവാനുണ്ട്. കാരണങ്ങൾ സ്നേഹവും അഭ്യർത്ഥിക്കുകയാണ്. പള്ളി നിർമ്മാണത്തിനായിട്ട് നമ്മൾ മൊത്തം കരുതിയിരുന്നത് നമ്മൾ കരുതലായിട്ടുണ്ടായിരുന്നത് 45 ലക്ഷം രൂപ ഫിക്സ്ഡ് ഡിപ്പോസിറ്റാണ്. അതിൽ നിന്നാണ് 15 ലക്ഷം രൂപ നമ്മൾ എടുത്ത് കല്ലറ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇപ്പോൾ നമുക്കുള്ള ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് പള്ളി നിർമ്മാണ നിയോഗത്തിലുള്ളത് 30 ലക്ഷം രൂപയാണ്. അടുത്ത ശനിയാഴ്ച 3 മണിയോട് കൂടി ബഹുമാനപ്പെട്ട ടീച്ചർ പാലക്കാട് നമ്മുടെ എത്തിച്ചേരുന്നതായിരിക്കും. 3 മണിയോട് കൂടി പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഘടകങ്ങളുടെ മോചനത്തിനായി കാരുണ്യഭവൻ ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലതിനെയും നാഥായ നീക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, സുന്ദരവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായ നീക്കും. പാപികളെ അനുതാപത്തിൻ പാതയിലേക്കു വിളിക്കാനായി പാരിൽ ഒന്നവൻ ഈശോയെ വാഴ്ത്തി പാടി നമിച്ചിടാം. തിരുവചനത്തിൻ പാതകളിൽ തീഷ്ണതയോടെ
വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ